ഈ 41-ാം വയസ്സിലും അവൻ കളിക്കുന്നത് തന്റെ 20കളിലേതുപോലെയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നറിയില്ല. മറ്റൊരു കളിക്കാരനിലും ഇതെനിക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. ഇത് പറഞ്ഞത് പോർച്ചുഗൽ മാനേജറോ താരങ്ങളോ അല്ല, ലോകകപ്പിൽ ബ്രസീലിനെ പരിശീലിക്കുന്ന സാക്ഷാൽ കാർലോ ആൻചലോട്ടിയാണ്. ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതിയും ലോകത്തിന്റെ ക്രൂരമായ വിചാരണകൾക്ക് മുന്നിൽ ജീവിച്ചു തീർക്കേണ്ടി വന്നാൽ അയാൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? ഒന്നുകിൽ തളർന്നു വീഴാം, അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് പിൻവാങ്ങാം. എന്നാൽ ഈ രണ്ട് സമവാക്യങ്ങളിലും പെടാതെ മുന്നിൽ വരുന്ന എല്ലാ വിമർശനങ്ങളെയും ഡ്രിബിൾ ചെയ്ത് തോൽപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന വളരെ കുറച്ചുപേരെ ഉണ്ടാകും. അവരിൽ ഒന്നാമന്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തന്നെയായിരിക്കും. നമ്മൾ ഇതിനു മുൻപും ഇതേ നാടകത്തിന് സാക്ഷിയായിട്ടുണ്ട്. കളിയിലെ എല്ലാ യുക്തികളും നിയമങ്ങളും നിരത്തി ഇനി അവൻ പോർച്ചുഗലിന് ഒരു ബാധ്യതയാണ് എന്ന് കായിക ലോകം എഴുതിത്തള്ളിയ നിമിഷങ്ങൾ. തങ്ങളുടെ പ്രിയപ്പെട്ട വിഗ്രഹത്തെ പ്രതിരോധിക്കാൻ ഇനി ഊർജമില്ലാതെ ആരാധകർ തല താഴ്ത്തിയ നാളുകൾ. തുടർച്ചയായ 10 അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഗോൾ വരൾച്ചയുടെ കണക്കുകൾ കാണിച്ച് അവന്റെ സാമ്രാജ്യം അവസാനിച്ചു എന്ന് ശത്രുക്കൾ ഉറപ്പിച്ച നിമിഷം. എന്നാൽ എപ്പോഴൊക്കെ ആ അസ്തമയ പ്രവചനങ്ങൾ ഉറക്കെ കേൾക്കാൻ തുടങ്ങിയോ അപ്പോഴൊക്കെ കാൽപന്ത് ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കും. അയാൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനെതിരെയും മറിച്ചൊന്നുമല്ല സംഭവിച്ചത്. എതിരില്ലാത്ത 5 ഗോളിന്റെ മിന്നും വിജയം സ്വന്തം ടീമിന് നേടിക്കൊടുത്ത് പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രൗണ്ടിൽ നിന്നും മടങ്ങവേ അവിടെ കൂടിയിരുന്ന ക്യാമറ കണ്ണുകൾക്ക് മുന്നിലെത്തിയ അയാൾ വിളിച്ചു പറഞ്ഞു, ഐ എം ബാക്ക്. യെസ്, ഐ എം ബാക്ക്. ഹൂസ്റ്റണിൽ കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനെതിരെ കളി തുടങ്ങി 4-ാം മിനിറ്റിൽ ഒരു സുവർണാവസരം റോണോ നഷ്ടപ്പെടുത്തിയപ്പോൾ വിമർശകരുടെ പേനകൾക്ക് വീണ്ടും മൂർച്ച കൂടി. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് മഷി പുരളും മുൻപ് വെറും 2 മിനിറ്റുകൾക്കപ്പുറം ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. പ്രായത്തെയും സമയത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിരോധ നിരയെ കീറി മുറിച്ച് ഒരൊറ്റ കുതിപ്പ്. തൊടുത്ത ഷോട്ടിൽ പഴയ 20-കാരന്റെ അതേ ചോരത്തിളപ്പും വന്യതയും. ഗോൾ കീപ്പറുടെ ഡൈവ് വെറുതെ കാഴ്ച വസ്തുവായി മാറി. സംവത്സരങ്ങൾ കൊണ്ട് അയാൾ കെട്ടിപ്പടുത്ത ആ കരിയറിൽ ഒരിക്കലും നിഴലായി മാറി നിൽക്കാനോ കുറ്റപ്പെടുത്തലുകൾ കേട്ട് തള്ളിക്കളയാനോ റോണോയ്ക്ക് സാധിച്ചിട്ടില്ല. മൈതാനം അയാൾക്കായി ഒരിക്കലും അത്തരമൊരു നിമിഷം ഒരുക്കുകയുമില്ല. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്താണ് ഈ 41-ാം വയസ്സിലും അയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. അത് പോർച്ചുഗൽ നേടിയ 2ാമത്തെ ഗോളിൽ നിന്ന് തന്നെ വ്യക്തം. തന്റെ കരിയറിലെ ഏറ്റവും വിഖ്യാതമായ ആ റൊണാൾഡോ ടെറിട്ടറിയിൽ നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് മികച്ച ആംഗിളിലുള്ള ന്യൂനോ മെൻഡിസിനായി വിട്ടു നൽകിയപ്പോൾ ലോകം കണ്ടത് പ്രായം നൽകിയ പക്വതയും പുതിയൊരു മനഃശാസ്ത്രവുമായിരുന്നു. അതിനുശേഷമാണ് ആ പഴയ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന 3ാമത്തെ ഗോൾ പിറന്നത്. ഡിഫൻഡറുടെ കണ്ണുവെട്ടിച്ച് നിഴൽ പോലെ ഓടിക്കയറി തൊടുത്ത ആ ഫിനിഷിംഗ്. തുടർന്ന് ഹൂസ്റ്റൺ സ്റ്റേഡിയം ഒന്നടങ്കം ആ സിഗ്നേച്ചർ മുദ്രയാൽ പ്രകമ്പനം കൊണ്ടു. സ്യൂ. വെറും 5 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ മണ്ണിൽ വെച്ച് തന്നെ നോക്കി കൂവിയവർക്കും പരിഹസിച്ചവർക്കും മെസ്സി മെസ്സി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്കുമുള്ള കനത്ത മറുപടി. ആ ഒരൊറ്റ രാത്രി കൊണ്ട് 6 ലോകകപ്പ് പതിപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരമായി അവൻ മാറി. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം യൂസേബിയോയുടെ റെക്കോർഡും തകർത്ത് ചരിത്രത്തിൽ ആ രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകൾ നേടുന്ന താരമായി മാറുകയും ചെയ്തു. അന്താരാഷ്ട്ര കരിയറിൽ റൊണാൾഡോ ഗോൾ നേടുന്ന 49ാമത്തെ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. പോർച്ചുഗൽ ജേഴ്സിയിൽ 230 മത്സരങ്ങളിൽ നിന്നായി അദ്ദേഹത്തിന്റെ ഗോൾ സമ്പാദ്യം 145. കഠിനാധ്വാനം ചെയ്യുന്നവരെ ദൈവം സഹായിക്കും. കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ എല്ലാം ശുഭമാണ്. എന്നാൽ ഒരു മത്സരം മോശമായാൽ ഉടൻ പറയും റൊണാൾഡോയ്ക്ക് പ്രായമായി, അവൻ വിരമിക്കണമെന്നൊക്കെ. എനിക്ക് 23 വർഷത്തെ കരിയറിന്റെ പരിചയ സമ്പത്തുണ്ട്. ഈ വിമർശനങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. മത്സരശേഷം റോണോ തന്നെ വിചാരണ ചെയ്തുകൊണ്ടിരുന്ന അതേ മാധ്യമങ്ങളോടായി പറഞ്ഞു. എങ്കിലും ചിലർ ഇനിയും പറയുമായിരിക്കും അത് 50ാം സ്ഥാനത്തുള്ള വെറുമൊരു ഉസ്ബെക്കിസ്ഥാനല്ലേ എന്ന്. എന്നാൽ ചിന്തിച്ചു നോക്കൂ, റിയാദിലെ ആഡംബര കൊട്ടാരത്തിൽ വർഷം 200 മില്യൺ യൂറോയും വാങ്ങി വിശ്രമ ജീവിതം നയിക്കാമായിരുന്നിട്ടും എന്തിനാണ് ഈ മനുഷ്യൻ ലോകകപ്പിന്റെ ഈ കനത്ത സമ്മർദ്ദങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി വരുന്നത്? പ്രായത്തിനു മുന്നിൽ ഒരു ഞൊടി പോലും തളരാതെ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് നാം ഇപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത്. വിധി എപ്പോഴും അവനായി അത് കാത്തു വെക്കാറുണ്ട്. ഗർഭപാത്രത്തിലുള്ളപ്പോൾ അവനെ കൊന്നുകളയാൻ പല ആവർത്തി അവന്റെ അമ്മ പോലും ശ്രമിച്ചിട്ടുള്ളതാണ്. അതിനെയും അതിനപ്പുറവും അതിജീവിച്ച് റോണോ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വിമർശകരെ, അവനെ തളർത്താൻ നിങ്ങൾ ഒന്നല്ല ഒരുപാട് ജന്മങ്ങൾ ജനിച്ചാലും സാധിക്കുമെന്ന് തോന്നുന്നില്ല.